ചരിത്രത്തിൽ ആദ്യമായി അമേരിക്ക ഇസ്രായേലിനെ ചതിച്ചു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതൊരു വലിയ വാർത്തയാണ്. വലിയ വാർത്ത. അത് എങ്ങനെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് ഡീകോഡ് ചെയ്ത് നോക്കണം. അതായത് നമുക്കറിയാം, ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഒരു വലിയേട്ടനും കുഞ്ചനീനും തമ്മിലുള്ള ബന്ധമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നു അതെല്ലാം അമേരിക്ക സാധിച്ചു കൊടുക്കും, എന്നാൽ അമേരിക്ക പറയുന്നതെല്ലാം ഇസ്രായേൽ കേൾക്കത്തുമില്ല. അല്ല, അങ്ങനെ നമ്മുടെ വീടുകളിൽ അങ്ങനെയാണ്. ചേട്ടൻ അനിയൻ വന്ന് പറയുമ്പോൾ എല്ലാം ചേട്ടൻ കേൾക്കും. ചേട്ടൻ പറഞ്ഞ് നീ അങ്ങോട്ട് പോലെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ അനിയൻ അങ്ങോട്ട് തന്നെ പോയിരിക്കും. പക്ഷേ ചേട്ടൻ അതെന്ത് ചെയ്യും? നമ്മുടെ അനിയനല്ലേ, പോട്ടെ എന്ന് പറഞ്ഞ് അനിയൻ്റെ കൂടെ നിൽക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഈ ഒരു ബന്ധമാണ് അനുജന്മാരുടെ ഒരു ബന്ധം പോലെയാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം. അപ്പോൾ 1968 അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എൽ ജോൺസൺ ഇസ്രായേലുമായിട്ട് കരാറുണ്ടാക്കിയിരുന്നു. കരാറെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും നിർണായക ശക്തി ഇസ്രായേലായിരിക്കും. അതിന് വേണ്ടുന്ന പണം അമേരിക്ക കൊടുക്കും, ആയുധം കൊടുക്കും. ആ മേഖലയിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള മറ്റൊരു രാജ്യങ്ങൾക്കും ഇസ്രായേലിനെ വെല്ലുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഒപ്പം എത്തുന്ന സൈനിക സഹായമോ ആയുധ സഹായമോ അമേരിക്ക കൊടുക്കില്ല. ഇങ്ങനൊരു കരാർ 68 മുതലുണ്ട്. അത് വന്ന് റീഗൻ ഉൾപ്പെടെ, പിന്നെ ബുഷ് ഉൾപ്പെടെ, ഒബാമ ഉൾപ്പെടെ, ബൈഡൻ ഉൾപ്പെടെ എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും ആ വ്യവസ്ഥ പാലിച്ചിരുന്നു. എന്നാൽ ഇന്നലെ വളരെ നാടകീയമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. സൗദി അറേബ്യയുടെ കിരീടാവകാശിയായ, സൗദിയെ പണിതുകൊണ്ടിരിക്കുന്ന, സൗദിയിലേക്ക് മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു വരാൻ വേണ്ടി എല്ലാ വാതിലുകളും തുറന്നിരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലോകത്തിലൊരു നേതാവാണ് മുഹമ്മദ് ബിൻ സൽമാൻ MBS. കാരണം അദ്ദേഹം അമേരിക്കയിലൊക്കെ പഠിച്ച് പാശ്ചാത്യ വിദ്യാഭ്യാസവും ശരിക്കും ഹ്യൂമാനിറ്റേറിയൻ പരിഗണനയൊക്കെ ഉള്ള ഒരു രാജാവാണ്, കിരീടാവകാശിയാണ്. അദ്ദേഹം വന്നതിന് ശേഷം വളരെ ട്രമൻഡസ് ആയ മാറ്റമാണ് സൗദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകളെയൊക്കെ ചാക്കിനകത്ത് കയറ്റി നടക്കുമ്പോൾ സൗദി അത് ഊരിക്കളയുകയാണ്. അതെ, സൗദിയിൽ എല്ലാ സ്വാതന്ത്ര്യവും പതുക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ അമേരിക്കയിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ ചർച്ച നടത്തി. എനിക്ക് എന്തുകൊണ്ടെന്ന് അറിയില്ല, നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയോ അതേക്കുറിച്ച് വാർത്തകൾ കൊടുക്കുകയോ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. ആകെ വന്നിരിക്കുന്നത് സൗദിയിൽ ഒരു ഇന്ത്യൻ കുടുംബം സഞ്ചരിച്ച ബസ് ഒരു ടാങ്കർ ലോറി വന്നിടിച്ച് 46 പേർ മരിച്ച ഒരു വാർത്ത ഉണ്ട്. അത് വാർത്ത കൊടുക്കേണ്ടതാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അതിൽ അനുശോചനമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാർത്ത കൊടുക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് മുഹമ്മദ് ബിൻ സൽമാനും ട്രംപും തമ്മിൽ ഓവൽ ഓഫീസിൽ നിന്ന് നടന്നത്. അതിൻ്റെ 2 ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ, ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ സൈനിക ശേഷിയിലും സാമ്പത്തിക ശേഷിയിലും, അത് സംശയാസ്പദമാണ്. കാരണം ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ട് 45 ദിവസത്തോളമായി. അമേരിക്കയിലെ വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുക. വിമാന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇൻറ്റേർണൽ ആഭ്യന്തര വിമാന സർവീസുകൾ ഏതാണ്ട് പകുതിയായിട്ട് കട്ട് ചെയ്തിരിക്കുക. കാശില്ല. അമേരിക്കൻ ട്രഷറി പൂട്ടിക്കിടക്കുക. പണ്ട് കേരളത്തിൽ നമ്മുടെ ഇവിടെ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണെന്ന് പറഞ്ഞ പോലെ അമേരിക്കൻ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുക. അമേരിക്കയ്ക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം അമേരിക്കയാണ്. അതുകൊണ്ട് കണ്ടേ, കാരണം ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ അവിടെ വ്യക്തികളിൽ നിന്ന് സർക്കാർ പണം വാങ്ങിയിട്ടുണ്ട്, ബോണ്ടുകളൊക്കെ ആയിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കൻ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സൽമാൻ്റെ മുന്നിലിരുന്നിട്ട് ഇന്നലെ യാചിക്കുന്നൊരു വീഡിയോ ഉണ്ട്. MBS, നിങ്ങളൊരു കാര്യം ചെയ്യൂ, $1 ട്രില്യൺ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ, $1 ട്രില്യൺ ഞങ്ങൾക്ക് തരൂ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ലിറ്ററലി മുഹമ്മദ് ബിൻ സൽമാനോട് യാചിക്കുകയായിരുന്നു. അതിനുശേഷം ട്രംപ് ഒരു മനോഹരമായ ഓഫർ അങ്ങോട്ട് വെക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്കൊരു സാധനം തരാം. ഞങ്ങളുടെ വിമാനമുണ്ടല്ലോ, സ്റ്റെൽത്ത്, അത് പറയുമ്പോൾ മലയാളിക്ക് ചിരി വരും, F-35, ഇവിടെ വന്നിട്ട് കാറ്റും മഴയും കൊണ്ട് ഇറങ്ങിയിട്ട് പൊങ്ങാൻ പറ്റാതെ കിടന്ന ആ സാധനം, അതൊരു 48 എണ്ണം നിങ്ങൾക്ക് തരാം. 48 എണ്ണം തരാം നല്ല വിലയ്ക്ക്. അത് മാത്രമല്ല അതിനുശേഷം ഇത് ഈ അമേരിക്ക പല രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന വിമാനങ്ങൾ പല കാറ്റഗറി ഉണ്ട്. ഒന്ന് അമേരിക്ക ഉപയോഗിക്കുന്ന ഒന്ന്, ഈ വേരിയൻറ്റ് എക്സ്പോർട്ട് കയറ്റുമതി ചെയ്യുന്ന വേരിയൻറ്റ്, പിന്നെ ഇസ്രായേലിന് കൊടുക്കുന്നൊരു വേരിയൻറ്റ്, ഇസ്രായേലിന് മാത്രമായി കൊടുക്കുന്നൊരു വേരിയൻറ്റ്. അത് ഏതാണ്ട് അമേരിക്ക ഉപയോഗിക്കുന്നത് പോലെ തന്നെയായിരിക്കും ഇസ്രായേലിന് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നലെ വെച്ചിരിക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ 48 F-35 വിമാനങ്ങൾ തരാം. അത് അടുത്ത വരിയാണ് ശ്രദ്ധേയം. അത് ഇസ്രായേലിന് കൊടുക്കുന്ന അതേ കാറ്റഗറി, മിക്കവാറും അമേരിക്ക ഉപയോഗിക്കുന്ന സെയിം സാധനമാണ് ഇസ്രായേലിന് കൊടുക്കുന്നത്. അപ്പോൾ ഇസ്രായേലിന് കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് തരാം
എന്ന ഓഫറാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. MBS അത് കൈയോടെ സ്വീകരിച്ചു. കാരണം നേരത്തെ ഉണ്ടാക്കിയ 68 മുതലുള്ള കരാർ, അതായത് മിഡിൽ ഈസ്റ്റിൽ കരയിലാണേലും കടലിലാണേലും ആകാശത്താണേലും എക്കാലത്തും സുപ്രീമസി ഉള്ളത് ആർക്കാണ്? ഇസ്രയേലിനാണ്. ചരിത്രത്തിലാദ്യമായി F-35 വിമാനങ്ങൾ, സ്റ്റെൽത്ത് കാറ്റഗറിയുള്ള ഏറ്റവും ആധുനികമെന്ന് അമേരിക്ക പറയുന്ന ലോക്ഹീഡ് മാർട്ടിൻ്റെ വിമാനമാണ്, 5th ജനറേഷൻ വിമാനമാണ്. അത് 48 എണ്ണം സൗദിക്ക് കിട്ടുമ്പോൾ ആകാശത്ത് ഇസ്രയേലിനുള്ളതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ആകാശത്ത് വലിയ സ്വാധീനം സൗദിക്കുണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് 68 മുതൽ അമേരിക്ക കൊടുത്തിരുന്ന ഒരു ഉറപ്പിൻ്റെ ലംഘനമാണ്. സത്യത്തിൽ ചതിയാണ്, അല്ലേ? ചതിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം. കാരണം മാത്രമല്ല, എന്തിനു വേണ്ടിയിട്ടാണ്? $1 ട്രില്യൺ ഇങ്ങോട്ട് നിക്ഷേപിച്ചാൽ ഞാൻ ഇതങ്ങോട്ട് തരാം, അതിന് വേറെ കാശ് തരണേ, ഫ്രീ അല്ല. അപ്പോൾ അത് $1 ട്രില്യൺ കിട്ടും, ഡോളറും കിട്ടും, 48 F-35 വിമാനങ്ങളുടെ കാശും കിട്ടും. ഇത് സത്യത്തിൽ അമേരിക്ക കൊടുക്കുന്ന ഈ സഹായം ഇസ്രയേലിന് ഭീഷണിയാകുമോ ഭാവിയിൽ? ഇതാണ് ചോദ്യം. തീർച്ചയായും ഭീഷണിയാവും. അല്ല, ഭീഷണിയാവോ എന്ന് ചോദിച്ചാൽ 2 തരത്തിൽ ഭീഷണിയാവാതിരിക്കാനുള്ള കാര്യമുണ്ട്. ഒന്ന്, ഈ F-35 ഉൾപ്പെടെയുള്ള അമേരിക്ക കൊടുക്കുന്ന വിമാനങ്ങൾ കൊടുക്കുമ്പോൾ കാശ് കൊടുത്ത് മേടിച്ചാലും അമേരിക്ക പറയും ഇത് ഇന്ന രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് അമേരിക്കൻ കരാറിൻ്റെ ഒരു കെണി. അപ്പോൾ നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്ന് F-35 വല്ലതും വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കരാർ പാകിസ്ഥാനെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തോക്ക് തരാൻ വെടിവെക്കരുത്. ആരെ വെടിവെക്കണമെന്ന് ഞാൻ പറയും. ഇതാണ് അമേരിക്കൻ കരാറിൻ്റെ ഒരു കെടുതി. ഇനി മാത്രമല്ല, നമ്മൾ ഇത് ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാനെ നമ്മൾ വാങ്ങിച്ചു, പാകിസ്ഥാനെതിരെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അമേരിക്കയായിട്ട് കരാറുണ്ടോ? നമ്മൾ പോയി പാകിസ്ഥാൻ അടിക്കാൻ പോവുകയാണെങ്കിൽ അമേരിക്ക എന്ന് പറയുക അവൻ അവിടെ ഇരുന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്യും, വിമാനം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ സോഴ്സ് കീയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ റഫേൽ വാങ്ങിയപ്പോൾ ഫ്രാൻസിൽ നിന്ന് നമ്മൾ സോഴ്സ് കീ വാങ്ങിയിട്ടുണ്ട്. ഒരു കിൽ സ്വിച്ച് ഉണ്ട് വിമാനത്തിന്. ഈ കിൽ സ്വിച്ച് ഉപയോഗിച്ച് നമ്മൾ വാങ്ങിയാലും അതിനെ വിദൂരമായിരുന്ന് അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ പറയാവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ പേടിക്കണ്ട, ഈ 48 എണ്ണം കൊടുത്തിട്ട് ഇസ്രയേലിനെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു കണ്ടീഷനുണ്ട്. ഉണ്ടോയെന്നറിയില്ല. ഇനി ഒരു വർഷം നെതന്യാഹു ഉടക്കിയപ്പോൾ നെതന്യാഹുവിനെ വിളിച്ചിട്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ടോ, ബിബി പേടിക്കൊന്നും വേണ്ട, അവന്മാർക്ക് കൊടുത്തു $1 ട്രില്യൺ ഇങ്ങോട്ട് തരുമല്ലോ, അതുകൂടെ ഈ 48 എണ്ണത്തിൻ്റെ കാശും കിട്ടും. അപ്പോൾ എൻ്റെ അത്യാവശ്യം കാര്യങ്ങൾ വട്ടച്ചെലവൊക്കെ നടക്കുക, ആ ജീവനക്കാർക്ക് ശമ്പളമൊക്കെ കൊടുത്ത് അവന്മാരെ ഫെഡറൽ എംപ്ലോയീസിൻ്റെ സാലറിയൊക്കെ കൊടുക്കാം. പിന്നെ ഈ സാധനം നീ പേടിക്കേണ്ട, ഇത് പറക്കത്തില്ല, നിൻ്റെ അടുത്തോട്ട് വരത്തില്ല. ഇനി എങ്ങാനും വന്നാൽ ഞാൻ അവിടെ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്തേക്കാം, പ്രശ്നം നീ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതൊരു സാങ്കല്പികമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ പക്ഷേ പ്രാക്ടിക്കലായിട്ടുള്ള വേറൊരു കാര്യം ഇപ്പോൾ ആഗോള ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സ് നോക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. അതായത് അമേരിക്ക കഴിഞ്ഞ ടൈമിൽ ട്രംപ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ട്രംപ് ചെയ്തിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ജെറുസലേമിൽ അമേരിക്കൻ എംബസി തുറന്നു. ജെറുസലേം തലസ്ഥാനമാക്കണമെന്നാണ് ഇസ്രയേലിൻ്റെ ആഗ്രഹം. പക്ഷേ ആ ജെറുസലേമിൻ്റെ പേരിൽ ചില ഡിസ്പ്യൂട്ടുകളുള്ളതുകൊണ്ട് അവിടെ തലസ്ഥാനമാക്കിയിട്ടില്ല. പക്ഷേ ആദ്യമായി അമേരിക്ക ഇസ്രയേലിൻ്റെ ഒരു തലസ്ഥാനം പോലെ ജെറുസലേമിനെ അംഗീകരിച്ചുകൊണ്ട് ജെറുസലേമിൽ അമേരിക്കൻ എംബസി തുടങ്ങിയത് ട്രംപിൻ്റെ കാലത്താണ്. ഒന്ന്, ട്രംപിൻ്റെ ഫസ്റ്റ് ടൈമിൽ. അതിനുശേഷം സൗദി അറേബ്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അബ്രഹാം അക്കോർഡ് ഒപ്പിടുന്നതിനുള്ള നടപടിക്രമങ്ങളുമായിട്ട് ട്രംപ് മുന്നോട്ട് പോയിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന് അനുഗുണമായി സൗദി അറേബ്യയിൽ വലിയ മാറ്റങ്ങൾ വന്നു. സൗദി ടെലിവിഷനിൽ എക്കാലത്തും ജൂതന്മാരും ഭീകരന്മാരെന്നൊക്കെ കാണിക്കുന്ന സീരിയലുകളുണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് ജൂതന്മാർ നല്ലവരാണ്, നല്ല മനുഷ്യരാണെന്ന് പറയുന്ന ടെലിവിഷൻ പരമ്പരകളൊക്കെ സൗദിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയും സൗദി അറേബ്യയും ഇസ്രയേലും ചേർന്നിട്ട് അബ്രഹാം അക്കോർഡ് ഒപ്പിടും എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് അതിനെ അബോർട്ട് ചെയ്യാൻ, അലസിക്കാൻ കൂടിയിട്ടാണ് ഹമാസ് 2021 ഒക്ടോബർ 7 ഇസ്രയേലിൽ കടന്നു കയറി 1500 ആളുകളെ കൊന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബൈഡൻ വന്നു, ഇപ്പോൾ വീണ്ടും ട്രംപ് വന്നിരിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ ട്രംപ് നെതന്യാഹുവുമായി ആലോചിച്ചിട്ട് ബിബിയുമായി ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുന്നൊരു കാര്യം, ഞങ്ങൾ കുറച്ച് വിമാനമൊക്കെ അവർക്ക് കൊടുക്കും, അതിൻ്റെ കാശ് കിട്ടും, MBS വന്നിട്ട് ഇവിടെ $1 ട്രില്യൺ ഇൻവെസ്റ്റ് ചെയ്യും, കൂട്ടത്തിൽ അബ്രഹാം അക്കോർഡിൽ ഒപ്പിടുകയും ചെയ്താൽ നെതന്യാഹു നീ എന്തിനാ പേടിക്കുന്നത്? പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറുണ്ടാവും. മാത്രമല്ല MBS മുമ്പൊരിക്കൽ ഒരു 6 മാസം മുമ്പ് MBS പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പാലസ്തീൻ്റെ പ്രശ്നമൊക്കെ അവർ തീർക്കും, ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾ ഇനി റാഡിക്കലായിട്ടൊന്നും ചിന്തിക്കാനില്ല, ഞങ്ങൾക്ക് റാപ്പിഡായിട്ടുള്ള അതിവേഗത്തിലുള്ള മാറ്റമാണ് എൻ്റെ രാജ്യം ആഗ്രഹിക്കുന്നത് എന്ന്
MBS പറഞ്ഞിരുന്നു. അപ്പോൾ MBSന് വല്ലാത്ത മാറ്റമുണ്ട്. സൗദി അറേബ്യ എന്തിനാണ് ഈ ഹമാസിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് പോയി തലവെക്കുന്നത് എന്ന് MBS ചിന്തിക്കുന്നത്. അത് വളരെ പ്രായോഗികവാദിയായ ഒരു ഭരണാധികാരിയാണ് MBS. അപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ ഇന്നലെ നടത്തിയ സന്ദർശനം ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റം ഉണ്ടാക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച് വീണ്ടും അബ്രഹാം അക്കോർഡ് സാധ്യതമാക്കിയാൽ അത് പ്രാവർത്തികമാക്കാൻ, അത് ഒപ്പുവെക്കാൻ കഴിഞ്ഞെങ്കിൽ ട്രംപിന് അടുത്ത വർഷത്തെ നോബൽ സമ്മാനമെങ്കിലും വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതിനിടയ്ക്ക് നാടകീയമായ ലോകം വല്ലാത്ത ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മളും പറഞ്ഞൊരു സംഭവം ഇന്നലെ കഴിഞ്ഞുപോയി. ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗം ചേർന്നു. സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗത്തിൽ പലരും ആവശ്യപ്പെട്ടിരുന്നത് പലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിക്കണമെന്ന് ഓസ്ട്രേലിയ, ഫ്രാൻസ്, കാനഡ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. യോഗത്തിന് വന്നപ്പോൾ അവർ മിണ്ടിയില്ല. അപ്പം ഇസ്രായേൽ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല, പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന പ്രമേയം കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് ബീബി പറഞ്ഞെടുത്ത് കാര്യമെത്തി. കാരണം ഇന്നലെ അവതരിപ്പിച്ച പ്രമേയം എന്ന് പറയുന്നത് അവിടെ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്, അവിടെ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള സേനയെ വിന്യസിക്കണം എന്നുള്ള പ്രമേയം മാത്രമാണ് വന്ന്. അതിൽ പ്രതിഷേധിച്ചിട്ടാണെന്ന് തോന്നുന്നു റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറിയിരുന്നു. ഏതായാലും ട്രംപ് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുകയാണ്. അന്താരാഷ്ട്ര സേന ഇനി അവിടെ വരും. IDF, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മാറുന്നതിന് പകരം ഇനി ISF അവിടെ വരും. പക്ഷേ നെതന്യാഹു വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്, ISF വന്നാലും IDF പോയാലും ശരി, ഹമാസ് അവിടെ ഉണ്ടാവാൻ പാടില്ല, ഹമാസിന് ഗാസയുടെ ഭരണം കിട്ടാൻ പാടില്ല, ഹമാസിൻ്റെ പക്കൽ ആയുധം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ട്രംപിൻ്റെ പ്രതിനിധിയായിട്ടുള്ള വിറ്റ്കോഫ് പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഹമാസിന് വേണ്ട 2 ഓപ്ഷനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ സമാധാനത്തോടെ അവിടെ ജീവിക്കാം, അപ്പോൾ ആയുധം താഴെ വെക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, തൊട്ടടുത്ത രാജ്യത്തേക്ക് പൊക്കോ, അതിനുള്ള വഴി ഞങ്ങൾ തുറന്നു തരാം. ഇത് 2 സംഭവിച്ചില്ലെങ്കിലോ ബാക്കി ഇസ്രായേൽ നോക്കിക്കോളും. ഏതായാലും F-35 സൗദിക്ക് കിട്ടുകയാണ്. ഇനി അത് എവിടെയെങ്കിലും ചെന്നിറങ്ങിക്കഴിഞ്ഞ് പൊങ്ങുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.